ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. കഴിഞ്ഞ ക്ലാസ് 27-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 256 നാമങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 28-ാമത്തെ ശ്ലോകം വായിക്കാം. വൃഷാഹി വൃഷഭോ വിഷ്ണു വൃഷപർവ വൃഷോദരഃ വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്തശ്രുതിസാഗരഃ. 9 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. വൃഷാഹി വൃഷഭഃ വിഷ്ണുഃ വൃഷപർവ വൃഷോദരഃ വർദ്ധനഃ വർദ്ധമാനഃ വിവിക്തഃ ശ്രുതിസാഗരഃ. ഇനി ഓരോ നാമങ്ങൾ എടുത്തിട്ട് അർത്ഥം നോക്കാം. ആദ്യത്തെ നാമം വൃഷാഹി. വൃഷാഹി വൃഷഭോ വിഷ്ണുഃ വൃഷപർവ വൃഷോദരഃ വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്തശ്രുതിസാഗരഃ. ആദ്യത്തെ നാമം വൃഷാഹി. 2 അർത്ഥമുണ്ട്. ഒന്ന്, ധർമ്മത്തെ അല്ലെങ്കിൽ പുണ്യത്തെ പകൽ പോലെ പ്രകാശിപ്പിക്കുന്നവൻ എന്നൊരർത്ഥം. 2, വൃഷാഹയായി ഇരിക്കുന്നവൻ. അപ്പം വൃഷം എന്ന വാക്കിന് ധർമ്മം എന്നും പുണ്യമെന്നും 2 അർത്ഥമുണ്ട്. അപ്പോൾ അതിൽ അഹസ് എന്ന് പറഞ്ഞാൽ പകല്, പുണ്യ ആ വൃഷാഹി എന്നില്ലേ, അത് അഹസ് പകല്. ധർമ്മത്തെ പ്രകാശിപ്പിക്കുന്നത് വൃഷാകൃതിയായ ഭഗവാനാണ് എന്ന് ഒരർത്ഥം. പിന്നെ മഹാവിഷ്ണു, അതുകൊണ്ട് വൃഷാഹി. ഇനി വേറെ യജ്ഞങ്ങൾ ഭക്തിശ്രദ്ധയോടെ വിദ്യാവണ്ണം നിർവഹിക്കുന്നവർക്ക് ആ പുണ്യത്തെ പകൽ പോലെ പ്രകാശിപ്പിക്കുന്നു. ജീവിതകാലത്ത് തന്നെ തൽജന്യമായ ഫലങ്ങളെ നൽകുന്നു എന്ന് സാരം. പിന്നെ വേറെ ഒരിത്, 12 ദിവസം കൊണ്ട് വൈഷ്ണവ രീതിയിൽ നിർവഹിക്കുന്ന ഒരു യജ്ഞമുണ്ട്. അതിൻ്റെ പേര് വൃഷാഹം എന്നാണ് ആ യജ്ഞത്തിൻ്റെ. അപ്പം ഈ ദിവസങ്ങൾ വിഷ്ണു സാന്നിധ്യം ഉള്ളതുകൊണ്ട് ധർമ്മത്തിൻ്റെ പകൽ പോലെയുള്ള പ്രകാശം അനുഭവപ്പെടുന്നു. അത് വിഷ്ണു തന്നെയാണ്. ആ ദിവസങ്ങളെല്ലാം വിഷ്ണു തന്നെയാണ്. അതുകൊണ്ടും ഭഗവാൻ വൃഷാഹി. ഇനി അടുത്ത നാമം വൃഷഭഃ. ഭക്തന്മാരുടെ ഹിതങ്ങളെ വർഷിക്കുന്നവൻ എന്നർത്ഥം. ഭക്തന്മാർക്ക് വേണ്ടതെല്ലാം മഴ പെയ്യുന്നത് പോലെ കൊടുക്കുന്നു. അപ്പം ഒരു ലോഭവും ഇല്ലാതെ കൊടുക്കുന്നു. അത് നിറവേറുന്നു ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ. ആരോഗ്യം, ഭക്തിയിൽ ദൃഢത, പരമമായ മനഃശാന്തി എന്നിവ ഭഗവാൻ നൽകുന്നു. വൃഷം എന്ന പദത്തിന് ധർമ്മം എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് ഓരോ വസ്തുവും അത് തന്നെയായി സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ്. അഗ്നിയുടെ ധർമ്മമാണ് ചൂട്. ആ ധർമ്മം അതിൽ വർഷിക്കുന്നത് പരമാത്മാവായ മഹാവിഷ്ണു ഭഗവാനാണ്. അപ്പം പരബ്രഹ്മം ഒരിക്കൽ അഗ്നിയുടെ ധർമ്മം പിൻവലിച്ചപ്പോൾ അഗ്നി ഭഗവാന് ഒരു പുൽക്കൊടി പോലും ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഒരു കഥയുണ്ട്. അതുകൊണ്ട് ഭഗവാൻ വൃഷഭഃ. ഈ സ്വരൂപത്തിലുള്ള ധ്യാനം ധർമ്മത്തെ പ്രകാശിപ്പിക്കുന്നു എന്നർത്ഥം. ഇനി വിഷ്ണു എന്ന് ഒരു നാമം, വിഷ്ണുഹു. വിഷ്ണു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സർവ്വവ്യാപി എന്ന്. അപ്പം ദേശകാല വസ്തുഭേദങ്ങളില്ലാതെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവൻ എന്ന് വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി 2ാമത്തെ നാമത്തിൽ വിവരിച്ചു നമ്മൾ വിക്രമീ എന്നല്ലേ, വാമനാവതാരത്തിലെ പ്രാംശുവായി ലോകങ്ങളെ അളന്നതുമൊക്കെ. അപ്പോൾ വിഷ്ണു സ്വയം വ്യാപിച്ച് 3 ലോകങ്ങളും പിടിച്ചടക്കി എന്നർത്ഥം വരുന്ന മന്ത്രമാണ് ഇവിടെ ഇദം വിഷ്ണു വിചക്രമേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ വിഷ്ണു സർവ്വവ്യാപിയാണെന്ന് അർത്ഥം.
അടുത്ത നാമം വൃഷപർവ. വൃഷം എന്ന് പറയുന്നത് ധർമ്മമാണ്. പർവം എന്ന് പറഞ്ഞാൽ ഏണിപ്പടി. അപ്പം വൃഷം എന്നതിന് ധർമ്മം, പുണ്യം എന്നൊക്കെയും, ഈ പർവം എന്നാൽ ഏണിപ്പടി. അപ്പം മോക്ഷത്തിലേക്കുള്ള മാർഗം വിഷ്ണുവാണ്. അതെങ്ങനെയാണ് ശരിയാക്കുന്നത്? ധർമ്മമാകുന്ന ഏണിപ്പടികൾ കാണിച്ചു തരുന്നു നമുക്ക്. അതായത് ശ്രവണം, കീർത്തനം, സ്മരണം എന്നീ നിഷ്ഠകളും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ആശ്രമങ്ങളും പിന്നെ പുരുഷാർത്ഥങ്ങൾ 4 അല്ലേ? കാമക്രോധ ലോഭമോഹങ്ങൾ. അപ്പം ജ്ഞാനഭക്തി കർമ്മ മാർഗങ്ങളും നമ്മെ വഴിതെറ്റാതെ നയിക്കുന്നു. ഇതൊക്കെയാണ് ഏണിപ്പടികളൊക്കെ. അപ്പം ധർമ്മമാർഗം വളരെയധികം ശാന്തി തരുന്നതാണ്. അത് എങ്ങനെയാണോ ഒരു കരിമ്പിൻ്റെ സ്ഥിരവും ഗുണസംരക്ഷമാകുന്ന അതുപോലെ ഭഗവാന്റെ പ്രവർത്തികൾ. അപ്പം ഒരു കമ്പിനും കരിമ്പിനും സെയിം രുചിയാണോ? അല്ല. അതുപോലെയാണ് ഭഗവാനും. അപ്പം സാധകന്മാർക്ക് കർമ്മോചിതമായി പടിപടിയായി പുണ്യഫലങ്ങൾ നൽകുന്നവനും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാന് പേര് വൃഷപർവ. അടുത്ത നാമം വൃഷോദര. വൃഷമായ ഉദരമുള്ളവൻ. വൃഷം എന്നാൽ ഇവിടെ വർഷണശീലം എന്നർത്ഥം. കൽപ്പാരംഭത്തിൽ തന്നിൽ ലയിച്ചിരുന്ന ജീവജാലങ്ങളെ ഉദരത്തിൽ നിന്ന് വർഷിക്കുന്നു. അതായത് അവയെ ദൃശ്യമാക്കുന്നു. ഇപ്പം സംഹാര സമയത്ത് ഭഗവാൻ തന്നിലേക്ക് മുഴുവനും ലയിപ്പിച്ചു വെക്കുന്നു. ഉദരത്തിൽ ഭക്ഷിച്ച് ഉദരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. സൃഷ്ടി സമയമാകുമ്പോൾ പുറത്തേക്കെടുക്കുന്നു. അതുകൊണ്ട് ഭഗവാന് വൃഷോദരൻ എന്ന് പേര്. ഇനി അടുത്ത നാമം വർദ്ധനക. ശ്രേയസ് വർദ്ധിപ്പിക്കുന്നവൻ. വർദ്ധിപ്പിക്കുന്നവനെന്ന് വർദ്ധനൻ്റെ പേര് അർത്ഥം. പക്ഷേ എന്തിനാണ് വർദ്ധിപ്പിക്കുന്നത്? ശ്രേയസ് വർദ്ധിപ്പിക്കുന്നു. ഭക്തന്മാരുടെ ശ്രേയസ് വർദ്ധിപ്പിക്കുന്നവൻ എന്നൊരർത്ഥം. ഭക്തന്മാർ കൊടുക്കുന്ന തുച്ഛമായ ഉപകാരം മേടിച്ചിട്ട് വളരെ വലുതായ ഭാഗ്യങ്ങൾ കൊടുക്കുന്നു. അതാണ് ഭഗവാൻ. കുചേലൻ ഒരു പിടി അവൽ കൊടുത്തപ്പം ഭഗവാൻ കുചേലൻ എന്തൊക്കെയാണ് കൊടുത്തത്? അതാണ് അതിൻ്റെ ഉദാഹരണം. അപ്പോൾ ഒരു കുഞ്ഞ് കണു പോലും, ഒരു അണു മാത്രം ഭക്തൻ നൽകിയാൽ മല പോലെ അത് തിരിച്ചു കൊടുക്കുന്ന, വർദ്ധിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അടുത്ത നാമാണ് വർദ്ധമാനഹ. എല്ലാം വർദ്ധിപ്പിക്കുന്നവൻ. പ്രപഞ്ചം സദാ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ മഹാവിഷ്ണു വർദ്ധന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് സനകാദികൾ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സനകാദികൾ അതൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഭഗവാൻ ദുഷ്ടന്മാരെ ഹിംസിച്ചും ശിഷ്ടന്മാരെ രക്ഷിച്ചും പ്രപഞ്ചത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വർധന അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ ഈ വർദ്ധിപ്പിക്കുന്ന കാര്യം അനന്തമാണ്, അന്തമില്ലാത്തതാണ്. അജ്ഞാതമാണ്, അറിയാൻ പറ്റില്ലാത്തതാണ്. അവർണ്ണനീയം, വർണ്ണിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാന്റെ പേര് വർദ്ധമാനഹ. ഇനി അടുത്ത നാമാണ് വിവിക്തഹ. വിവിക്ത എന്ന് പറഞ്ഞാൽ വേർപെട്ടു നിൽക്കും, ബന്ധപ്പെടാതെ നിൽക്കുന്നവൻ അല്ലേ? വർദ്ധമാനൻ 262 നാമത്തിൽ എപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നവനെന്നും, വിശ്വം, വിഷ്ണു തുടങ്ങിയ നാമങ്ങൾ പ്രപഞ്ച വിഷയത്തിൽ മഹാവിഷ്ണു എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നെന്ന് കാണിച്ചു. പരബ്രഹ്മമായ ഭഗവാൻ ഇവ ബാധകമല്ലെന്ന് മറ്റു പല നാമങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പം ഈ നാമം ഭഗവാൻ ഒന്നിലും ബന്ധപ്പെടാതെ ഏകനായി നിൽക്കുന്നുവെന്ന് കാണിക്കുന്നു. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ മത്സ്ഥാനി സർവഭൂതാനി നാചാകം തേഷു അവസ്ഥിത. സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, എന്നാൽ ഞാൻ അവയിലൊന്നും സ്ഥിതി ചെയ്യുന്നില്ല എന്നർത്ഥം വരുന്ന ശ്ലോകമുണ്ട്. അപ്പോൾ ഭഗവാൻ വിവിക്തനാണ്. അടുത്ത നാമം ശ്രുതിസാഗര. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ. വേദങ്ങൾക്ക് വിശാലവും അഗാധവുമായ സാഗരങ്ങൾ പോലെയുള്ളവൻ. വേദം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചിരിക്കുന്നവൻ ഭഗവാൻ എന്നൊരർത്ഥം. രണ്ടാമത്തെ ശ്രുതികൾക്ക് സാഗരമാണ് ഭഗവാൻ എന്ന് വേറൊരർത്ഥം. അപ്പം എല്ലാ വേദങ്ങളും ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമാണെന്നാണ്
ഉപനിഷത്തുക്കളൊക്കെ പറയുന്നത്. അല്ലേ? യസ്യ നിശ്വസിതം വേദ എന്ന് പറയും. അതുപോലെ തന്നെ മഹാസുനൻ അത് വ്യാഖ്യാനിച്ചപ്പോഴും ഇത് ബൃഹദ അരണ്യത്തിൽ ഭഗവാന്റെ നിശ്വാസങ്ങളാണെന്ന് കാണിച്ചിട്ടുണ്ട് എല്ലാ വിദ്യകളും. ഇനി നദികളെല്ലാം സാഗരത്തെ എങ്ങനെയാണോ പ്രാപ്യസ്ഥാനമാക്കുന്നത്, അതുപോലെ എല്ലാത്തിൻ്റെയും പ്രാപ്യസ്ഥാനം, സകലത്തിൻ്റെയും പ്രാപ്യസ്ഥാനം ഈ ശ്രുതികളുടെ എല്ലാം അത് ഭഗവാനാണ് എന്ന് വേദങ്ങൾ ഇത് പറയുന്നു. മതഭേദമന്യേ എല്ലാത്തിൻ്റെയും പ്രാപ്യസ്ഥാനം ഭഗവാൻ തന്നെയാണ്. ഇനി എല്ലാ വേദങ്ങളും യാതൊരു സ്ഥാനത്തെ പ്രതിപാദിക്കുന്നുവോ എന്നും അർത്ഥമുണ്ട്. അല്ലേ? സർവവേദ യത്പദമനന്തി എന്ന്. അപ്പം ഇതൊക്കെ കൊണ്ട് ഭഗവാൻ ശ്രുതിസാഗരനാണ്. ഇനി നമ്മൾക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥം ഒറ്റ വാക്കിൽ നോക്കിയിട്ട് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും നോക്കാം. വൃഷാഹി വൃഷഭോ വിഷ്ണു വൃഷപർവ വൃഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്ത ശ്രുതിസാഗര. വൃഷാഹി എന്ന് പറഞ്ഞാൽ വൃഷത്തിൻ്റെ പകൽ വെളിച്ചം. 12 ദിവസം കൊണ്ട്, വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പകൽ വെളിച്ചം എന്നൊരർത്ഥം. 12 ദിവസം കൊണ്ട് നിർവഹിക്കുന്ന വൃഷാഹം എന്ന വൈഷ്ണവയജ്ഞത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവൻ എന്ന് വേറൊരർത്ഥം. വൃഷഭ ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങൾ വർഷിക്കുന്നവൻ. വിഷ്ണു സർവവ്യാപി. വൃഷപർവ മോക്ഷത്തിലേക്കുള്ള ചവിട്ടുപടിയായി വർത്തിക്കുന്നവൻ. വൃഷോദര സൃഷ്ടിയുടെ ആരംഭത്തിൽ സ്വന്തം ഉദരത്തിൽ നിന്ന് ചരാചരങ്ങളെ പുറത്തേക്ക് വർഷിക്കുന്നവൻ. വർദ്ധനഹ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നവൻ. വർദ്ധമാനഹ പ്രപഞ്ചത്തെ എല്ലാ പ്രകാരത്തിലും വർദ്ധിപ്പിക്കുന്നവൻ. വിവിക്ത ഒന്നിനോടും ബന്ധപ്പെടാതെ വേറിട്ട് നിൽക്കുന്നവൻ. ശ്രുതിസാഗര എല്ലാ വേദങ്ങളും നദികൾ പോലെ ചെന്നെത്തുന്ന സാഗരം. ആത്യന്തിക ലക്ഷ്യസ്ഥാനം അതാണ് ഭഗവാൻ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം എന്താണെന്ന് നോക്കാം. വൃഷാഹി വൃഷഭോ വിഷ്ണു വൃഷപർവ വൃഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്ത ശ്രുതിസാഗര. പുണ്യത്തെ പകൽ പോലെ പ്രകാശിപ്പിക്കുന്ന വൃഷാഹയജ്ഞമായവനും ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം വഴി പോലെ വർഷിക്കുന്നവനും സർവവ്യാപിയും മോക്ഷത്തിലേക്കുള്ള ധർമ്മമാർഗമാകുന്ന ചവിട്ടുപടികളായവനും കൽപ്പാരംഭത്തിൽ തൻ്റെ ഉദരത്തിൽ നിന്നും ജീവനുകളെ പുറത്തേക്ക്, കൽപ്പാരംഭം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, ആ സൃഷ്ടി നടത്തുന്ന സമയത്ത് തൻ്റെ ഉദരത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളെയും പുറത്തേക്ക് വർഷിക്കുന്നവനും അവയെ പോറ്റി വളർത്തുന്നവനും അവയുടെ വംശത്തെ വർദ്ധിപ്പിക്കുന്നവനും ഇതൊക്കെ ചെയ്താലും ഈ കർമ്മങ്ങളോടൊന്നും ബന്ധപ്പെടാതെ നിൽക്കുന്നവനും സകല വേദസാഗരമായവനും ഭഗവാൻ തന്നെ എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടെ അർത്ഥം പറയാം. വൃഷാഹി വൃഷഭോ വിഷ്ണു വൃഷപർവ വൃഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്ത ശ്രുതിസാഗര. പുണ്യത്തെ പകൽ പോലെ പ്രകാശിപ്പിക്കുന്ന വൃഷാഹയജ്ഞമായവനും ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം മഴ പോലെ വർഷിക്കുന്നവനും സർവവ്യാപിയും മോക്ഷത്തിലേക്കുള്ള ധർമ്മമാർഗമാകുന്ന ചവിട്ടുപടികളായവനും കൽപ്പാരംഭത്തിൽ തൻ്റെ ഉദരത്തിൽ നിന്നും ജീവനുകളെ പുറത്തേക്ക് വർഷിക്കുന്നവനും അവയെ പോറ്റി വളർത്തുന്നവനും അവയുടെ വംശത്തെ വർദ്ധിപ്പിക്കുന്നവനും ഇതൊക്കെ ചെയ്താലും ഈ കർമ്മങ്ങളോടൊന്നും ബന്ധമില്ലാതെ നിൽക്കുന്നവനും സകല വേദസാഗരമായവനും ഭഗവാൻ തന്നെ എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വിഷ്ണു സഹസ്രനാമ പഠനം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ ഹരിയോം നാരായണ. സകലം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.
ഓം സത്